ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഷവർമ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഷവർമക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനായി ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായി ഒരു ബൗളിലേക്ക് തൈര്, ചില്ലി ഫ്ലേക്സ്, കൊറിയൻഡർ പൗഡർ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, സോൾട്ട്, ലെമൺ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഫുള്ളായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഫ്രൈ പാനിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ചിക്കൻ പീസെല്ലാം ഇതിലിട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഫോയിൽ പേപ്പർ ഇതിലേക്ക് വെച്ച് അതിന് മേലെ ഒരു ചാർക്കോൾ കത്തിച്ച് വെക്കാം. ഇനി അതിന് മേലെ 2 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി. നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ 2 കപ്പ് അരി കഴുകിയെടുത്തതാണ്. അതും കൂടി ചേർത്തൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസാണ് തയ്യാറാക്കാനുള്ളത്. അതിനായി പുളിയില്ലാത്ത 1 കപ്പ് തൈര്, തഹീനി പേസ്റ്റ്, ചില്ലി പൗഡർ, സോൾട്ട്, ലെമൺ ജ്യൂസ്, പിന്നെ അല്പം പാഴ്സ്ലി ലീഫും കൂടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഒരു സാലഡാണ് ഉണ്ടാക്കാനുള്ളത്. അതിനായി ഗാർലിക് സോസ്, യോഗേർട്ട്, ഫ്രഷ് ക്രീം ഇത്രയും കൂടി ചേർത്ത് അതിലേക്ക് നമുക്ക് സലാഡിന് ആവശ്യമായ വെജിറ്റബിൾസും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, കുക്കുംബർ, ക്യാബേജ്, മല്ലിയില ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സലാഡും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഷവർമ റൈസ് എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. അതിനായി ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സലാഡും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുത്ത് അതിന് മേലിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.